Welcome back to our channel. ഹായ് ഓൾ, വെൽക്കം ബാക്ക്. ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് ടൈം സ്ക്വയർ ആണ്. ഇന്ന് ഞങ്ങളൊരു യാത്ര പോവുകയാണ്, ഒരു 2-day ട്രിപ്പ്. സോ ഞങ്ങൾ കാണുന്ന എല്ലാ സ്ഥലങ്ങളും ഞാൻ നിങ്ങളെയും കൂടെ കാണിക്കുന്നതായിരിക്കും. അപ്പോൾ ഞങ്ങൾ അടുത്ത ട്രിപ്പ് തുടങ്ങാൻ പോവുകയാണ്. സോ സീ യു ഗൈസ്. അങ്ങനെ നമ്മൾ നമ്മുടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷനിലെത്തി. ഇതൊരു മ്യൂസിയമാണ്, വെറും മ്യൂസിയം അല്ല, ഇതൊരു ഗ്ലാസ് മ്യൂസിയമാണ്. ഞാൻ ആദ്യമായിട്ടാണ് ഒരു ഗ്ലാസ് മ്യൂസിയത്തിൽ പോണത്. സോ ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് കോർണിംഗ് മ്യൂസിയം ഓഫ് ഗ്ലാസ്. ലോകത്തിലെ തന്നെ ഏറ്റവും ലാർജ് മ്യൂസിയമാണ്, ഡെഡിക്കേറ്റഡ് എൻറ്റയർലി ടു ഗ്ലാസ്. സോ ലെറ്റ്സ് ഗോ ഇൻസൈഡ് ആൻഡ് സീ വാട്ട് മേക്സ് ദിസ് പ്ലേസ് സോ സ്പെഷ്യൽ. സോ മ്യൂസിയത്തിൽ കയറുന്നതിനായി ആദ്യം നമ്മൾ ടിക്കറ്റ് എടുക്കണം, അഡ്മിഷൻ സ്റ്റിക്കർ. അത് ഞാൻ എൻ്റെ കയ്യിലാണ് ഒട്ടിച്ചിരിക്കുന്നത്. സുജൻ പ്രൗഡ്ലി നെഞ്ചത്ത് തന്നെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ പോവുകയാണ് മ്യൂസിയം കാണുന്നതിനായിട്ട്. അങ്ങനെ മ്യൂസിയത്തിൻ്റെ അകത്തേക്ക് വരുമ്പോൾ നമ്മൾ ആദ്യം കാണുന്നത് അവരുടെ ഗിഫ്റ്റ് ഷോപ്പാണ്. ഇവിടെ കുറേ അധികം ഹാൻഡ് മെയ്ഡ് ആയിട്ടുള്ള ഗ്ലാസ് ആർട്ട് വർക്ക്സ് കാണാൻ പറ്റും. ജ്വല്ലറി, ഓർണമെൻറ്റ്സ്, സൊവിനിയേഴ്സ്, അങ്ങനെ കുറേ ബ്യൂട്ടിഫുൾ ഐറ്റംസ്. സോ അതൊക്കെ കണ്ട ശേഷം ഞങ്ങൾ റിയൽ മ്യൂസിയം എക്സ്പ്ലോറേഷനായിട്ട് മുകളിലെത്തി. സോ കോർണിംഗ് മ്യൂസിയം ഓഫ് ഗ്ലാസ് എന്ന് പറയുന്നത്, കോർണിംഗ് എന്ന് പറയുന്നത് ന്യൂയോർക്കിലെ ഒരു സ്മോൾ സിറ്റിയാണ്. ആൻഡ് ഇറ്റ് ബിക്കെയിം ഫേമസ് ഫോർ ഇറ്റ്സ് ഗ്ലാസ് ഇൻഡസ്ട്രി. ആൻഡ് ദിസ് ഈസ് ദ വേൾഡ്സ് ലാർജസ്റ്റ് മ്യൂസിയം ഡെഡിക്കേറ്റഡ് എൻറ്റയർലി ടു ഗ്ലാസ്. വാട്ട് മേക്സ് ഇറ്റ് മോർ ഫാസിനേറ്റിംഗ് ഇസ് ദ കമ്പനി ബിഹൈൻഡ് ഇറ്റ്, കോർണിംഗ് ഇൻകോർപ്പറേറ്റഡ്. നമ്മുടെ ഫോണിൽ ഉപയോഗിച്ചിരിക്കുന്ന ഗോറില്ല ഗ്ലാസ് തുടങ്ങി ഫൈബർ ഓപ്റ്റിക് നെറ്റ്വർക്ക് ദാറ്റ് ക്യാരി ഇൻ്റർനെറ്റ്, കോർണിംഗ് ടെക്നോളജി ഈസ് എവ്രിവെയർ അറൗണ്ട് അസ്. മ്യൂസിയത്തിൽ ആദ്യം കയറുമ്പോൾ തന്നെ നമ്മൾ കാണുന്നത് ഒറിജിൻ ഓഫ് ദ ഗ്ലാസ് മേക്കിംഗ് ആണ്. വെർ വി സ്റ്റെപ്പ് ബാക്ക് ടു ഏൻഷ്യൻ്റ് ഈജിപ്റ്റ് ആൻഡ് സീ ഹൗ ഗ്ലാസ് വാസ് ഫസ്റ്റ് ക്രിയേറ്റഡ് ഓവർ 3500 years ago. ഇപ്പോൾ നമ്മൾ ഈ കാണുന്നത് ഈജിപ്ഷ്യൻ ഫർണസിൻ്റെ ഒരു മോഡലാണ്. പണ്ടത്തെ കാലത്ത് എങ്ങനെയാണ് ഗ്ലാസ് ഉണ്ടാക്കിയിരുന്നത്, ഫർണസ്, ക്രൂസിബിൾ, അത് ഗ്ലാസ് പീസ്, അതൊക്കെയാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഞങ്ങളുടെ ഗൈഡ് ഞങ്ങൾക്ക് എല്ലാവരും എക്സ്പ്ലെയിൻ ചെയ്ത് തരുവാണ്. അതായത് ഗ്ലാസ് ആദ്യമായി കണ്ടുപിടിക്കുന്നത് ആക്സിഡൻ്റലി ആയിരുന്നു. അക്കോർഡിംഗ് ടു ആൻ ഏൻഷ്യൻ്റ് സ്റ്റോറി, സം മെർച്ചൻറ്റ്സ് വെയർ കുക്കിംഗ് ഓൺ എ സാൻഡി ബീച്ച് യൂസിങ് ബ്ലോക്സ് ഓഫ് നാച്ചുറൽ സോഡ ടു സപ്പോർട്ട് ദെയർ പോട്ട്സ്. അപ്പം അവർ ഹീറ്റ് ചെയ്യുമ്പോൾ ആ ഹീറ്റ് മെൽറ്റ് ചെയ്തു സാൻഡും സോഡയും കൂടെ കമ്പൈൻ ചെയ്തിട്ട് കൂൾ ചെയ്തപ്പോഴാണ് ഒരു ഹാർഡ് ഷൈനി മെറ്റീരിയൽ ആയിട്ടുള്ള ഗ്ലാസ് മെറ്റീരിയൽ ഫോംഡ് ആയത്. ഈ കാണിച്ചിരിക്കുന്നത് പണ്ട് കാലത്തെ ഗ്ലാസ് ഉണ്ടാക്കുന്ന രീതിയാണ്. അതായത് ഈ മെറ്റൽ പൈപ്പിലൂടെ എയർ ബ്ലോ ചെയ്തിട്ടാണ് ആ മോൾട്ടൺ ഗ്ലാസിനെ അവർ ഷേപ്പ് ചെയ്യണത്. അതാണ് അവർ കാണിച്ചിരുന്നത്. നമ്മളിപ്പോൾ നിൽക്കുന്നത് ഗ്ലാസ് കളക്ഷൻ ഗാലറീസിലാണ്. ഇവിടെ തൗസൻഡ്സ് ഓഫ് ബ്യൂട്ടിഫുൾ ഗ്ലാസ് ആർട്ട് വർക്ക്സ് ഫ്രം ഡിഫറെൻറ്റ് കൺട്രീസ് ആൻഡ് ടൈം പീരിയഡ്സ് നമുക്കിവിടെ കാണാൻ സാധിക്കും. ഈ മ്യൂസിയത്തിൻ്റെ ഒരു ഇമ്പോർട്ടൻറ്റ് പാർട്ട് തന്നെയാണ് ഗ്ലാസ് കളക്ഷൻ ഗാലറി. ദി കണ്ടെയ്ൻ മോർ ദാൻ 50,000 ഗ്ലാസ് ഒബ്ജക്ട്സ് ദാറ്റ് സ്പാൻ മോർ ദാൻ 3500 years ഓഫ് ഹിസ്റ്ററി. ഇവിടെയുള്ള ഓരോ ഗ്ലാസ് ഒബ്ജക്ട്സ് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ദ എവല്യൂഷൻ ഓഫ് ഗ്ലാസ് ഇൻഡസ്ട്രി. ആ ട്രഡീഷൻ, കൾച്ചർ എല്ലാം ഓരോ ഐറ്റംസിലും ഡെപ്പിക്റ്റഡ് ആണ്. എടുത്താലോ? ഇതെല്ലാം നേച്ചറിൽ നിന്ന് കിട്ടുന്ന ഗ്ലാസ് ആണ്. അത് വോൾക്കാനിക് ഗ്ലാസ്, അതുപോലെ തന്നെ മറൈൻ. ഇത് 18th and 19th സെഞ്ച്വറിയിലെ ഗ്ലാസ്സിനാണ് കാണിച്ചിരിക്കുന്നത്. ഇത് ചൈനയിൽ നിന്നാണ്. This is from English and this is from India. ഈ എമറാൾഡ് ഗ്രീൻ ചാൻഡിലർ ഈസ് ഫ്രം ഇന്ത്യ. ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതൊക്കെ ഹിസ്റ്ററി ഓഫ് ഗ്ലാസ് ആണ്. എങ്ങനെയാണ് ഗ്ലാസിൻ്റെ ഹിസ്റ്ററി? സ്റ്റാർട്ടിങ്ങിൽ ഇറ്റ് വാസ് ലൈക്ക് എ മാർബിൾ, എന്നിട്ടാണ് അത് കൂടുതൽ ഒപ്പേക് കളറാണ്. പിന്നെയാണ് ആ ഗ്ലാസ്സിന് ഓരോരോ അഡീഷൻസ് വന്ന് ഓരോരോ കൺട്രിയിലെ കോൺട്രിബ്യൂഷൻസ് ഒക്കെയാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇത് നോക്കിക്കേ, കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ഇതൊരു പെയിൻറ്റിംഗ് ആണെന്ന്. പക്ഷേ അല്ല, ഇറ്റ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് ടൈനി ഗ്ലാസ്. ഇറ്റ്സ് വൺ ഓഫ് ദ ലാർജസ്റ്റ് വെനീഷ്യൻ മൈക്രോ മൊസൈക്ക് ഇൻ ദ വേൾഡ്.
ആ കാണുന്നതാണ് റിബൺ മെഷീൻ. ഇറ്റ് വാസ് ഇൻവെൻറ്റഡ് ബൈ വില്യം വോട്ട് ആൻഡ് ഇറ്റ് റെവല്യൂഷനൈസ് ദ ഗ്ലാസ് മാനുഫാക്ചറിങ് ബൈ ഓട്ടോമേറ്റിംഗ് ദ പ്രൊഡക്ഷൻ ഓഫ് ലൈറ്റ് ബൾബ്സ്. ഇത് കണ്ടുപിടിക്കുന്നതിന് മുന്നേ 1 മണിക്കൂറിൽ 48 ബൾബായിരുന്നു ഉണ്ടാക്കാൻ സാധിക്കുന്നത്. പക്ഷേ ഇതിന് ശേഷം 300 മുതൽ 2000 ബൾബ് വരെ 1 മിനിറ്റിൽ ഉണ്ടാക്കാൻ സാധിക്കും. So what you see here is the largest and most famous paperweight collections in the world. Different types-ലുള്ള paperweights ആണ് നമുക്ക് ഈ മ്യൂസിയത്തിൽ കാണാൻ പറ്റുന്നത്. വെനീഷ്യൻ, ഫ്രഞ്ച് ക്ലാസിക്, അമേരിക്കൻ, കോണ്ടംപററി ആൻഡ് തൗസൻഡ്സ് ഓഫ് paperweights from all over the world നമുക്ക് കാണാൻ സാധിക്കും. Each piece is handmade and completely unique. ആ കാണുന്നതാണ് മെഗാ പ്ലാനറ്റ്, വൺ ഓഫ് ദ ലാർജസ്റ്റ് പേപ്പർ വെയ്റ്റ്സ് ഇൻ ദ വേൾഡ്, വെയിങ് ഓവർ 100 pounds. It's made using layers of glass and it looks like a mini planet trapped inside glass. ഇപ്പോൾ നമ്മൾ എത്തിയിരിക്കുന്നത് മ്യൂസിയത്തിലെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് പാർട്ടാണ്. ഹിയർ വി ക്യാൻ സീ ദ ലൈവ് ഗ്ലാസ് മേക്കിംഗ് ഡെമോൺസ്ട്രേഷൻ. ഇന്ന് ഇവരിവിടെ ഉണ്ടാക്കുന്നത് ഒരു ഗ്ലാസ് ജഗ്ഗാണ്. അപ്പോൾ അതിൻ്റെ സ്റ്റെപ്സാണ് ഈ കാണുന്നത്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ബ്രീഫായി പറഞ്ഞു തരാം. ഇവിടെ 2 ഫർണസ് നമുക്ക് കാണാൻ സാധിക്കും. അതിൽ ഫസ്റ്റ് ഫർണസിൽ നിന്നാണ് നമുക്ക് റോ മെറ്റീരിയൽ ആയിട്ടുള്ള ഗ്ലാസ് എടുക്കേണ്ടത്. അതിനുവേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഒരു ബ്ലോ പൈപ്പ്. ആ ലോങ് മെറ്റൽ ട്യൂബിനെയാണ് ബ്ലോ പൈപ്പ് എന്ന് പറയുന്നത്. എന്നിട്ട് നമ്മൾ ആ മോൾട്ടൻ ഗ്ലാസ് ഫർണസിലേക്ക് നമ്മളിത് ഡിപ്പ് ചെയ്തിട്ട് വി വിൽ ഗ്യാദർ എ ഗ്ലോയിങ് ബ്ലോബ്. എന്നിട്ട് ഈ മോൾട്ടൻ ഗ്ലാസ് ഒരു ഫ്ലാറ്റ് സ്റ്റീൽ ടേബിൾ, അതായത് അതിനെ പറയുന്നതാണ് മാർവർ, അവിടെ ഇട്ട് റോൾ ചെയ്യും. സോ ദാറ്റ് ഇറ്റ് വിൽ ഗെറ്റ് എ ഷേപ്പ് or stabilization and so it cools down the outer layer. After that we have to blow gently into the blow pipe. അപ്പോൾ ഒരു സ്മോൾ എയർ ബബിൾ ക്രിയേറ്റ് ചെയ്യും ഇൻസൈഡ് ദ മോൾട്ടൻ ഗ്ലാസ്. അങ്ങനെയാണ് ജഗ്ഗിലും ബൗളിലും ഒക്കെയുള്ള ഹോളോ സ്പേസ് ക്രിയേറ്റ് ആവുന്നത്. ഇവിടെ നമ്മൾ ആ സ്റ്റെപ്പ് കാണുന്നില്ല ബിക്കോസ് ദേ ഹാവ് ഓൾറെഡി മെയ്ഡ് ദ ജഗ്ഗിൻ്റെ ആ ഒരു മെയിൻ ഫ്രെയിംവർക്ക് കൊണ്ട് ദേ ആർ ഓൺലി ആഡിങ് ദ ഹാൻഡിൽ ടു ദാറ്റ്. സോ അതിൻ്റെ സ്റ്റെപ്പാണ് കാണുന്നത്. വി ഹാവ് ടു റീഹീറ്റ് ഇൻ ദ ഫേർണസ്, കാരണം ഗ്ലാസ് പെട്ടെന്ന് തന്നെ കൂൾ ചെയ്യും. സോ നമ്മൾ വീണ്ടും ഫേർണസിൽ വെച്ച് ചൂടാക്കിയിട്ട് വേണം വി ഹാവ് ടു കണ്ടിന്യൂ ദ പ്രോസസ്. ദീസ് ഗ്ലാസ് മേക്കേഴ്സ് കീപ് റോളിങ് ദ ഗ്ലാസ്. അവരിങ്ങനെ റോൾ ചെയ്യുന്ന നമുക്ക് ശ്രദ്ധിച്ചാൽ അറിയാം. അപ്പോൾ അതെന്തിനാന്ന് വെച്ചാൽ ആ ഒരു സിമെട്രി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയാണ്. സോ കോൺസ്റ്റൻ്റ്ലി ഇങ്ങനെ ടേൺ ചെയ്യുമ്പോൾ അത് നല്ല റൗണ്ട് ബാലൻസ്ഡ് ഷേപ്പായിരിക്കും. അങ്ങനെ ആ ഗ്ലാസ് പീസ് അറ്റാച്ച് ചെയ്തതിന് ശേഷം അത് ഫേർണസിലേക്ക് കൊണ്ടുപോവാണ്. ദാറ്റ് ഫേർണസ് ഇസ് കാൾഡ് ഗ്ലോറി ഹാൾ ആൻഡ് ദിസ് ഈസ് നോട്ട് ഫോർ മെൽറ്റിംഗ് ദ ഗ്ലാസ് അഗെയിൻ. അത് ഒരു ജെൻറ്റൽ റീഹീറ്റിങ്ങിന് വേണ്ടിയാണ് അത് ചെയ്യുന്നത്. സോ ദാറ്റ് ഇറ്റ് വിൽ സ്റ്റേ സോഫ്റ്റ് ആൻഡ് വർക്കബിൾ. മാത്രമല്ല when they attach a handle, the glass is at different temperature. So a reheating വഴി it will relieve the stress between the joint part. On the very end I can grab it, stretch it out and show you guys just how flexible our material is. A little bit of a teardrop. But I also know she's going to want my help in just a second here, so I'm not going to dilly down too long. She kind of patted down flat, and whenever she lets me know, I'm going to work together with her to just create a nice flat base. Thanks, buddy. So she's kind of directed me too. I never want to just push too soft or too hard at any point, and if I do, she'll correct me. But again, I'm the assistant, so I'm always kind of coordinating with the person who's making the glass. Sounds like a plan. They're going to hand me the pipe again to shape and manipulate that glass. But in the back of her head, she still has a little timer going. She knows the rest of her piece. But there's actually plenty of surface area right there between the hot glass and my hand for the heat to just keep escaping into the air before it ever gets to me. And so even if I heat that for a long time, the part that I'm holding is going to stay room temperature. And I know that seems kind of surprising when you're അങ്ങനെ ഞങ്ങൾ 2 ലൈവ് ഡെമോൺസ്ട്രേഷൻസ് കണ്ടു. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് മോഡേൺ ഗ്ലാസ് ഗാലറിയിലാണ്. ഇവിടുത്തെ വേറെ ഒരു മോസ്റ്റ് എക്സൈറ്റിംഗ് എക്സ്പീരിയൻസ് ഈസ് മേക്ക് യുവർ ഓൺ ഗ്ലാസ് ആക്ടിവിറ്റി. ഇവിടെ ഒരു വർക്ക്ഷോപ്പ് ഉണ്ട്. ഹിയർ വി ക്യാൻ വർക്ക് വിത്ത് ദ പ്രൊഫഷണൽ ഗ്ലാസ് മേക്കേഴ്സ്. എന്നിട്ട് നമുക്ക് തന്നെ നമ്മുടേതായ ഒരു ഗ്ലാസ് പീസ് ഉണ്ടാക്കാം. സോ ഇറ്റ്സ് വെരി ഇൻട്രസ്റ്റിംഗ് ആൻഡ് എക്സൈറ്റിംഗ് ആക്ടിവിറ്റി ഹിയർ.
This stunning installation is called Endeavour. It was created by a renowned glass artist from Italy, and it was made when he was around 70 years. And this is the Crystal City Gallery. Corningനെ നേരത്തെ Crystal City എന്നായിരുന്നു പറഞ്ഞിരുന്നത് because of its famous glass industry. And here we can see the glass bunny also. സോ ഈ കോണ്ടംപററി ഗ്ലാസ് ഗാലറിയിൽ നമുക്ക് മോഡേൺ ആയിട്ടുള്ള ഗ്ലാസ് ആർട്സ് കാണാൻ പറ്റും. ക്രിയേറ്റീവ് ആയിട്ടുള്ള കുറേ ഐറ്റംസ് നമുക്കിവിടെ കാണാൻ സാധിക്കും. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് മ്യൂസിയത്തിൻ്റെ ഇന്നോവേഷൻ സെൻറ്ററിലാണ്. ഹിയർ വി ക്യാൻ സീ ദ ടെലസ്കോപ്പ്, പെരിസ്കോപ്പ്. ഇത് നമ്മൾ 12th പഠിച്ച ഫൈബർ ഓപ്റ്റിക്കിൻ്റെ ഡെമോൺസ്ട്രേഷൻസ് ആണ് കാണിച്ചിരിക്കുന്നത്. ഈ ടെലസ്കോപ്പിലൂടെ നോക്കുവാണെങ്കിൽ ആ കാണുന്ന ആ ഒരു റൈറ്റിംഗ്സ് നമുക്ക് ഇതിലൂടെ കാണാൻ പറ്റും. Here you can see how glass is used in astronomy and space observation. അടുത്തതായിട്ട് അവിടെ കാണുന്നത് പെരിസ്കോപ്പ് ആണ്. പെരിസ്കോപ്പ് യൂസ് മിറേഴ്സ് ഓഫ് പ്രിസം ഇൻസൈഡ് ദ ഗ്ലാസ് ട്യൂബ്. സോ ഇതിലൂടെ നോക്കുമ്പോൾ നമുക്ക് ഈ സ്ഥലത്തെ, അതായത് മ്യൂസിയം അല്ല, മ്യൂസിയത്തിന് പുറത്തുള്ള സ്ഥലത്തിൻ്റെ ഒരു ലോങ് വൈഡ് വ്യൂസ് നമുക്ക് ഇങ്ങനെ കിട്ടും. സോ ഇറ്റ്സ് വെരി ബ്യൂട്ടിഫുൾ. ഇത് പുറത്തുനിന്നുള്ള വ്യൂസ് എല്ലാം കിട്ടും. ഇത് പെരിസ്കോപ്പ്. ഈ മ്യൂസിയത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു സാധനമായിരുന്നു ഇത്. അതായത് നമ്മൾ ആദ്യം നമ്മുടെ ഇൻവേർട്ടഡ് ഇമേജ് വന്നിട്ട് പിന്നെ നമ്മുടെ റിയൽ ഇമേജിലേക്ക് വരുന്ന ഈ ഒരു സംഭവം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇതിൻ്റെ സയൻസും മെക്കാനിസംസും അവരിവിടെ സൈഡിൽ എഴുതിയിട്ടുണ്ട്. സോ അങ്ങനെ ഞങ്ങളുടെ യാത്രയുടെ ആദ്യത്തെ ഡെസ്റ്റിനേഷനായ ഗ്ലാസ് മ്യൂസിയത്തിൻ്റെ എല്ലാ വിശേഷങ്ങളും ഞാൻ നിങ്ങളോട് പറഞ്ഞു. ഇനി അടുത്ത സ്ഥലത്തിൻ്റെ വിശേഷങ്ങളായി ഞങ്ങൾ ഉടൻ വരുന്നതായിരിക്കും. സോ ടിൽ ദെൻ സ്റ്റേ ട്യൂൺഡ്. ബൈ.